ഗുരുജിയെ കാണണം. പിന്നെ എ ആർ റഹ്മാൻ സാറിൻ്റെ ഫ്ലൂട്ടിസ്റ്റുണ്ട് നവീൻ കുമാർ സാർ. ഇവർ രണ്ടുപേരും കാണണം എന്നാണ് അന്നത്തെ ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞത്. പക്ഷേ ഇത് രണ്ടും ഒറ്റ ദിവസം നടന്നു എന്നുള്ളത് ഭയങ്കര ഒരു മിറക്കിളാണത്. ഞാൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഫ്ലൂട്ടിൽ വായിച്ചിട്ടുള്ള ബീജുകളിലൊന്ന് അതായിരിക്കണം. കാരണം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികളെല്ലാം കണ്ടിന്യൂസ് വായിപ്പിക്കുന്നൊരു ബീജിയാണ്. നമുക്കിത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ വന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നില്ലേ? അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓരോ സ്റ്റേജുകളും നമുക്ക് ഓരോ അനുഭവം, ഓരോ എക്സ്പീരിയൻസ് ആണ്. ഇന്ന് വായിക്കുന്ന ഒരു ഫീലും ഒരു പാട്ടും ഒന്നും നാളെ അതുപോലെ വായിക്കാൻ പറ്റില്ല. എനിക്ക് ജോൺസൺ മാഷിൻ്റെ പവിഴം പോൽ ഭയങ്കര ഇഷ്ടമാണ്. അത് ഫ്ലൂട്ടിന് വഴങ്ങുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രകൃതിയിൽ നിന്നുണ്ടായ ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അപ്പം അതിനതിൻ്റെതായിട്ടുള്ളൊരു ക്വാളിറ്റി എപ്പോഴും ഉണ്ടാവും. ഇതിൽ വേറെ ഒന്നും മായം ചേർക്കാനില്ലല്ലോ. അതെ, ഇതിലൊന്നും ചേർക്കാനില്ല. കുറേ കാലമായിട്ട് ഞാൻ പുറകെ നടക്കുന്ന ഒരാളാണ് നമുക്ക് മുന്നിലിരിക്കുന്നത്, രാജേഷ് ചേർത്തല. ഹായ്, നമസ്കാരം. ഓരോ പ്രാവശ്യവും നിങ്ങളുടെ ഫ്ലൂട്ടിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും ഞാൻ വിചാരിക്കും, അയ്യോ ഈ മനുഷ്യൻ ഇതുവരെയൊക്കെ എൻ്റെ മുമ്പിൽ എത്തിയില്ലല്ലോ, ദേ ഇപ്പോൾ വന്നിരിക്കുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എനിക്ക് ആദ്യമേ തന്നെ ഒരു ശരത് സാറിൻ്റെ മംഗളങ്ങളരളി ക്ഷണക്കത്തിൽ അത് വായിച്ചൊന്ന് തുടങ്ങാമെന്ന് ആഗ്രഹിക്കണേ. ശരത് സാറിൻ്റെ എവർഗ്രീൻ ഹിറ്റ്സുകളിൽ ഒന്നാണ്. ഇപ്പോൾ റീസെൻ്റ്ലി സാറുമായിട്ടൊരു ഷോയ്ക്ക് കൂടിയിരുന്നു. അപ്പോൾ അന്ന് സാർ ഈ പാട്ട് പാടിയിരുന്നു. അപ്പോൾ സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. ശരിക്കും ഈ പാട്ട് കേൾക്കും പോലെ തന്നെ നമ്മുടെ മനസ്സിൽ കൂടെ പോകും. അനുരാഗമോലും കിനാവിൽ കിളിപാടുന്നത് അപരാധമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കൈതപ്രസാദിന്റെ വരികളാണ്. കിടിലം കോംബോ ആയിരുന്നു. ശരിക്കും ഈ ഫ്ലൂട്ടിലേക്ക് വരുന്ന എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലേ വന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കയ്യിൽ ഫ്ലൂട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത് ഇപ്പോൾ അവസാനം ഞാൻ പ്രൊഫൈൽ നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഹരിപ്രസാദ് ചൗരസ്യ സാറിൻ്റെ അടുത്ത് എത്തുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. അത്രയും വലിയൊരു പണ്ഡിറ്റ് ലെജൻഡിൻ്റെ അടുത്ത് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമല്ലേ? ഭാഗ്യമാണ് അത്. അദ്ദേഹത്തെ കാണുക എന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷെ ഞാൻ എൻ്റെ ഒരു ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂവിൽ, ഫസ്റ്റ് ടൈം സോഷ്യൽ മീഡിയ വരുന്നൊരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ചോദിച്ചു എന്താണ് ഭാവിയെക്കുറിച്ചുള്ള ആഗ്രഹം. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് ഗുരുജിയെ കാണണം. പിന്നെ എ ആർ റഹ്മാൻ സാറിൻ്റെ ഫ്ലൂട്ടിസ്റ്റുണ്ട് നവീൻ കുമാർ സാർ. ഇവർ രണ്ടുപേരും കാണണം എന്നാണ് അന്നത്തെ ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞത്. പക്ഷേ ഇത് രണ്ടും ഒറ്റ ദിവസം നടന്നു എന്നുള്ളത് ഭയങ്കര ഒരു മിറക്കിളാണ്. ശരിക്കും രണ്ടുപേരും ഒരേ ദിവസമാണ് കണ്ടത്. ഗുരുജിയെ കാണാൻ പോയ സമയത്ത് അന്ന് ഞാൻ നവീൻ സാറിനെ വിളിച്ചു. നവീൻ സാറിനെ ഫ്ലാറ്റിൽ പോയി കാണാൻ സാധിച്ചു. രണ്ടും സെയിം ഡേയിൽ സംഭവിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു, ഞങ്ങൾ ആഗ്രഹം പറഞ്ഞു, പഠിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഗുരുജി പറഞ്ഞത് മുംബൈയിൽ താമസിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വരൂ എന്നിങ്ങനെ ഒരു പെർമിഷൻ തന്നു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അവിടെ പോയി. അവിടെ നിന്ന് പഠിക്കുന്നുണ്ടോ?
പഠിക്കുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും? നമുക്ക് ഭയങ്കര ആകാംക്ഷയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ലെജൻഡിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിലായിരിക്കില്ല അവർ നമ്മളെ നോക്കിക്കാണുന്നതൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും. കാരണം ഞാൻ ആദ്യം പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഗുരുജി ഡയറക്റ്റ് ക്ലാസ് എടുക്കില്ല, സീനിയർ സ്റ്റുഡൻസ് ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അവർ നമ്മളെ കൊണ്ട് വായിപ്പിച്ചിട്ട് ആദ്യം വായിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റൈൽ വായിച്ചപ്പോഴേക്കും അവിടെ നിന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഏറ്റവും ബേസ്മെൻറ്റിൽ നിന്ന് പോകാതെ നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അതെ. പക്ഷെ അന്ന് തന്ന ഒരു നോട്ട് വായിക്കാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റിയില്ല എന്നുള്ളതാണ്. ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള സാധനം തരുമെന്ന് പറഞ്ഞിട്ട് യു ക്യാൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു 3 ദിവസം അങ്ങനെ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തിട്ടും നമുക്ക് അടുക്കാൻ പറ്റിയില്ല. കാരണം ഈ ബേസിക് വളരെ കുറവായിരുന്നു. ഞാൻ അധികം പഠിച്ചിട്ടില്ല. ഒരു 3 മാസത്തെ ഒരു പഠനമാണ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇങ്ങനെ പ്രോഗ്രാമൊക്കെ വായിച്ചിങ്ങനെ തുടങ്ങിയതാണ്. ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ അതിൻ്റെ ട്രാക്കിലേക്ക് ആയി വരുന്നു. അതെ, ഇപ്പോഴായി വരുന്നു, അത്രേ ഉള്ളൂ. അതിലേക്കുള്ളൊരു മാറ്റം നമ്മളെ കുറെ ഉയർത്തിയിട്ടുണ്ടാവും അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഗുരുജിയുടെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഗുരുജിയുടെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ക്ലാസ്. ഒരു സദസ്സിന് മുമ്പിൽ ഗുരുജി വായിക്കുന്നത് പോലെ തന്നെ നമുക്ക് വേണ്ടി വായിച്ചു തരും. നമ്മൾ തിരിച്ച് ട്രൈ ചെയ്യണം, വായിക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണ് ഒരു ക്ലാസ്സിൻ്റെ ഒരു സ്റ്റൈൽ. ഈ കീരവാണി സാറിൻ്റെ ദേവരാഗത്തിലെ ശിശിരകാലം അല്ലേ, അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു ബിറ്റുണ്ട് ശിശിരകാലത്തിൽ. ഞാൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഫ്ലൂട്ടിൽ വായിച്ചിട്ടുള്ള ബീച്ചുകളിലൊന്ന് അതായിരിക്കണം. അതെ, കാരണം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികളെല്ലാം കണ്ടിന്യൂസ് വായിപ്പിക്കുന്നൊരു ബീജിയാണ്. അതിൽ കൂടെ എനിക്ക് പറയാനുള്ളത്, കീരവാണി സാറിൻ്റെ ആ മ്യൂസിക് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ജോൺസൺ മാഷിൻ്റെ ഒരു സ്റ്റൈലാണ് ഓർമ്മ വരുന്നത്. രണ്ടും ഒരേപോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ശരിക്കും എനിക്ക് കൺഫ്യൂസ്ഡ് ആണ്. അത് ജോൺസൺ മാഷി ചെയ്തതാണോ എന്ന് ചിലപ്പോഴൊക്കെ ഞാൻ തെറ്റിദ്ധരിക്കുമായിരുന്നു. ജോൺസൺ മാഷിന്റെ പ്രത്യേകത ഫ്ലൂട്ടിന് നല്ല ഇമ്പോർട്ടൻസ് കീരവാണി സാറിനെ പോലെ തന്നെ ജോൺസൺ മാഷും കൊടുക്കാറുണ്ട്. രണ്ടും ലെജൻസ് ആണ്. അതെ, വായിക്കുമോ? ഓ, തീർച്ചയായും. ശരിക്കും ഉണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ഫാൻസിനെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമുക്കിത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ അടുത്തേക്ക് വരാൻ തോന്നുന്നൊരു ഇതുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നില്ലേ, അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതെന്തുകൊണ്ടാണ് അത്രയും മാജിക് എന്ന് മനസ്സിലാവുന്നില്ല. ആ ഇൻസ്ട്രുമെന്റിന്റെ ഒരു പവർ ഉണ്ട്, പിന്നെ ഗുരുക്കന്മാരുടെ ബ്ലെസ്സിങ് എല്ലാം കൂടി ചേരുമ്പോഴാണ് എല്ലാം സംഭവിക്കുക. ശരിക്കും നമ്മൾ ഓരോ സ്റ്റേജിലും അല്ലെങ്കിൽ ഓരോ റെക്കോർഡിങ്ങിലും ശരിക്കും ഗുരുക്കന്മാരെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ വരാറുള്ളത്. ഇത് ഒരുപാട് പരിഷ്കാരം വന്നിട്ടില്ല. ഇപ്പോഴും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രിമിറ്റീവ് സ്റ്റേജിലുള്ള ഒരു സാധനം മാത്രമാണ്. അതിൽ മ്യൂസിക്കാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അന്ന് മുതലേ വായിക്കുന്നത് ഇതേപോലെ തന്നെയാണ്. ഈ ഇൻസ്ട്രുമെന്റിന് ഒരുപാട് സാധനങ്ങൾ, വെറൈറ്റികൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതേപോലെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നത് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ തന്നെ ഇപ്പോഴും തുടരുന്നത്? നാച്ചുറൽ അല്ലേ, പ്രകൃതിയിൽ നിന്നുണ്ടായ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ അതിനതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി എപ്പോഴും ഉണ്ടാവും. ഇതിൽ വേറെ ഒന്നും മായം ചേർക്കാനില്ലല്ലോ. അതെ, ഇതിലൊന്നും ചേർക്കാനില്ല. ഈ വെസ്റ്റേണും കർണാട്ടിക്കും ഈ പറയുന്ന ഹിന്ദുസ്ഥാനിയും പഠിച്ചിട്ടുണ്ട്. അക്കാഡമിക്കലി പോയി പഠിച്ചതാണോ അതേ അല്ലാതെ സ്വായത്തമാക്കിയതാണോ? ആദ്യം പഠിച്ചു തുടങ്ങിയത് ഒരു സൺബ്രൈറ്റ് മാസ്റ്റർ, എൻ്റെ ആദ്യ ഗുരു അദ്ദേഹമാണ് ചേർത്തലിൽ. കുറച്ച് വരിശകളും കാര്യങ്ങളൊക്കെ പഠിച്ചുള്ളൂ. ഒരു മാക്സിമം 3 മാസമാണ് മാഷിനടുത്ത് പഠിക്കാൻ സാധിച്ചത്. അതിനുശേഷം ഇങ്ങനെ ഓരോ പ്രോഗ്രാമൊക്കെ വായിച്ചു തുടങ്ങി. അത് കർണാട്ടിക്കാണോ പഠിച്ചത്? അതെ. ആ ഒരു മെത്തേഡ് കുറച്ച് പ്രാക്ടീസ് ചെയ്തു. പിന്നെ ചെറിയ നമ്മുടെ നാട്ടിൻപുറത്ത് ഭജനകളിൽ, പള്ളി കൊയറുകൾ, ചർച്ച് കൊയറുകളിലൊക്കെ വായിച്ചു തുടങ്ങി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ തുടക്കം. പിന്നെ കൊച്ചിൻ ക്ലാസ്സിന് ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു അവിടെ, ബൽറാമൻ. അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചതൊക്കെ. അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിലാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഓരോ ചെറിയ പ്രോഗ്രാമൊക്കെ, ചെറുതല്ല, അങ്ങനെ ഓരോ പ്രോഗ്രാമൊക്കെ വായിച്ചു തുടങ്ങി. ഇങ്ങനെ ഗാനമേളയ്ക്കൊക്കെ വന്നു. അങ്ങനെ ഇങ്ങനെ ആയി തീർന്നതാണ്. ഈ റഹ്മാൻ സാറിൻ്റെ ഉയിരെ വായിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇത് നമ്മൾ മുടിഞ്ഞ ഫീൽ എന്ന് പറയില്ലേ? ശരിക്കും മുടിഞ്ഞ എന്ന് പറയുന്ന വാക്ക് തെറ്റാണ്. പക്ഷേ ഫീൽ എന്ന് വെച്ചാൽ അപാര ഫീലിനെ നമുക്ക് മുടിഞ്ഞ ഫീൽ എന്ന് പറയാനേ തോന്നുള്ളൂ. ഉയിരെ ഒന്ന് കേൾക്കട്ടെ.
എന്താ ഒരു കമ്പോസിങ് അല്ലേ. ഇതിങ്ങനെ കേട്ടിരുന്നുണ്ടല്ലോ, ഇങ്ങനെ തന്നെ വായിച്ചുകൊണ്ടിരിക്കും, ഞങ്ങളിവിടെ കേട്ടോണ്ടും ഇരിക്കും. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ഹരിഹരൻ സാറിൻ്റെ. അതേപോലെ തന്നെ റോസാപ്പൂ ചിന്ന റോസാപ്പൂ വായിക്കണം കേട്ടിട്ടുണ്ട്. എന്ത് അസാധ്യമായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇത്തരം പാട്ടുകളൊക്കെ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ, അത് ഫ്ലൂട്ട് തന്നെ വെറുതെ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും അവിടെ നിന്ന് എണീറ്റ് പോവില്ല. അതിപ്പോൾ നേരിട്ട് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളിന്ന് ഒരുപാട് കഷ്ടപ്പെടുമെന്നാണ് ഞാൻ പറയണേ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആവർത്തിച്ച് ഇത് പറഞ്ഞുകൊണ്ട് ഇത് കണക്ട് ചെയ്ത് നമ്മുടെ ഓർമ്മകളിൽ ഇങ്ങനെ നിങ്ങൾ വായിച്ച സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ രാജേഷ് എന്നോട് ദേഷ്യപ്പെടരുത്, ആ റോസാപ്പും കൂടെ വായിച്ചിട്ട് നമുക്ക് വർത്തമാനത്തിലേക്ക് പോകാം. അടിപൊളി. കുറേ ഇത്തരത്തിലുള്ള ലെജൻസ് നമുക്ക് കുറച്ച് സാധനങ്ങൾ തന്നിട്ടുള്ളതിന്റെ ഒരു ഭാഗ്യം കൂടെ ഉണ്ടല്ലോ. ഒരു സംശയമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ എന്താ പറയാ, ഈ ലെജൻസ് അവരുടെ മുത്തുപോലെ ഉള്ള മ്യൂസിക്കുകൾ അങ്ങനെ പെറുക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്, അങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നതും ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെടുന്നതല്ല. നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് കൂടി. തീർച്ചയായും ഒരു സംശയമില്ല. ഈ ചെറുപ്പത്തിൽ സ്കൂളിൽ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം പ്രോഗ്രാംസിന് പോകാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് തന്നെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അത്രയും നല്ലൊരു സപ്പോർട്ട് കിട്ടിയത് ശരിക്കും ഒരു പിന്തുണയായിരുന്നു. ഒരു സംശയമുണ്ട്. ടീച്ചേഴ്സിന് അത് അന്നും ഇന്നും നമ്മുടെ മനസ്സിലുള്ള ഒരു ഏറ്റവും കൂടുതൽ സന്തോഷം അത് തന്നെയാണ്. ഒരു പക്ഷേ അവർ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് പഠിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ ഒന്ന് ബാക്ക് വലിഞ്ഞാനെ. അന്നത്തെ കാലത്ത് ഇങ്ങനെ ഇതുപോലെ ഈ സ്പോർട്സിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതും ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സ്കൂളിൽ ഫണ്ടും ഉണ്ടാകില്ല, ഒന്നും ഉണ്ടായില്ല, സപ്പോർട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ എൻ്റെ സ്കൂളിൽ നിന്ന് എൻ്റെ കോളേജിൽ നിന്ന് അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് കിട്ടിയത് തന്നെ അതെ. ഒരു പക്ഷെ അവർക്കും അഭിമാനിക്കാം. തീർച്ചയായിട്ടും. ഇങ്ങനെ 2 ദിവസം മുമ്പ് എൻ്റെ സ്കൂളിൽ പോയിരുന്നു. ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഉണ്ടായിരുന്നു. അന്ന് സ്കൂളിൽ പോയിരുന്നു. അപ്പോൾ അവരെല്ലാം വളരെ സ്നേഹത്തോടെ, വളരെ അഭിമാനത്തോടു കൂടിയാണ് നമ്മളെ കാണുന്നത്, സ്നേഹിക്കുന്നത്. ഈ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാണ്? ഇതിപ്പോൾ മനസ്സിലൊരു ഇതുണ്ടാവുമല്ലോ, ഇപ്പം നമ്മൾ തന്നെ നമുക്കൊരു ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യുമല്ലോ, ഇത്രയും നന്നായിട്ട് വായിക്കണം. അപ്പോൾ സാറിൻ്റെ അടുത്ത് പോകുമ്പോൾ, പണ്ഡിറ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ പോലും നമ്മൾ കുറച്ചുകൂടെ ഉയരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മളെ ബെഞ്ച് മാർക്ക് വെച്ചിട്ട് ഇത് ഇന്നത് പ്രാക്ടീസ് ചെയ്ത് ഇന്ന രീതിയിൽ കറക്റ്റാക്കിയില്ലേ ഞാൻ എണീറ്റ് പോവുള്ളൂ, അങ്ങനെയൊക്കെ ബലം പിടിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുമോ? അങ്ങനെ ഒരിക്കലും ശാഠ്യം പിടിക്കാറില്ല. കാരണം നമ്മൾ എത്ര ശാഠ്യം പിടിച്ച് പ്രാക്ടീസ് ചെയ്താലും സ്റ്റേജിൽ ഇതൊന്നും നമുക്ക് കിട്ടണമെന്നില്ല. നമ്മൾ എത്ര കറക്റ്റായിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, കറക്റ്റ് നൊട്ടേഷൻ നമുക്ക് വായിക്കുന്നവരുണ്ട്. പക്ഷെ എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ ഓരോ സ്റ്റേജുകളും നമുക്ക് ഓരോ അനുഭവം, ഓരോ എക്സ്പീരിയൻസ് ആണ്. ഇന്ന് വായിക്കുന്ന ഒരു ഫീലും ഒരു പാട്ടും ഒന്നും നാളെ അതുപോലെ വായിക്കാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ആ സമയത്ത് എന്തായിരിക്കുന്നോ അത് ഒരു ഗിഫ്റ്റാണ്, മാസ്റ്റേഴ്സിൻ്റെ ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. എൻ്റെ അനുഭവം പറയണത്. അപ്പോൾ അത് എത്ര നന്നായിട്ട്, പക്ഷേ പ്രാക്ടീസാണ് ഇതിനും എല്ലാം മെയിൻ. പക്ഷേ എങ്കിലും ആ സമയത്ത് ഒരു മൂഡ് ഉണ്ടാവുമായിരിക്കും അല്ലേ? അതെ. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, അന്ന് വായിക്കുന്നതൊക്കെ അത് നമ്മുടെ കൂടുതലും മ്യൂസീഷ്യൻസ്, സൗണ്ട് എഞ്ചിനീയേഴ്സ്, ഓഡിയൻസ്, ഇതെല്ലാം ബാധകമാണത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നെങ്കിൽ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു കാര്യമില്ല. വിദ്യാസാഗറിനെ ഇഷ്ടമാണെന്ന് അറിയാം. വിദ്യാസാഗറിൻ്റെ ഏതെങ്കിലും 2 വരി വായിക്കാം. ഓക്കെ. എത്ര ഹിറ്റുകളാണ്. അതെ.
വെണ്ണില ചന്ദനക്കിനോട് പോയി. ഓ ഈ സാറിൻ്റെ അനാർക്കലിയിൽ ബിറ്റ് വായിച്ചിട്ടുണ്ടോ? അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വായിച്ചിട്ടുണ്ട്. ആ ഒറ്റപ്പടത്തിലെ സാറിൻ്റെ വർക്ക് ചെയ്തിട്ട്? അതെ അതെ അതെ. ജാസിഫിൻ്റെ കൂടെ റൈൻ റൈൻ കമ്മങ്ങി അതിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അദ്ദേഹമാണ്. അതെ. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ അഴകാലില അതിലും അശ്വരുടനും വായിച്ചിരുന്നു. അശ്വരുടനും വായിച്ചിട്ടുണ്ട്. ഈ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് വായിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്ന ചില സാധനങ്ങളൊക്കെ അവർ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ജാസിഫ്റ്റൊക്കെ അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? അദ്ദേഹം അത് എല്ലാം പ്ലാൻഡ് ആയിരുന്നു. അന്ന് വായിപ്പിച്ച എല്ലാം പ്ലാൻഡ് ആയിരുന്നു. പക്ഷേ നല്ല ഫ്രീഡം ഉള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ്. വളരെ ഹമ്പിൾ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്. അത് ഈ നോട്ട്സ് തന്ന് തന്നെ വായിപ്പിക്കായിരിക്കും. അന്ന് പാടി തന്നിട്ടാണ് വായിച്ചത്. അപ്പം എല്ലാവരും ഈ പറയുന്ന പോലെ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ അംഗീകരിക്കുമോ? അങ്ങനെ ചെയ്യുന്ന ഇഷ്ടംപോലെ പേരുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. എന്തെങ്കിലുമൊക്കെ സജഷൻ രാജേഷ് സാധാരണ ഇതിൽ പറയാറുണ്ടോ? ഇന്നലെ ഞാനൊരു സിനിമ വായിച്ചു. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്ക് സൗണ്ട് എഞ്ചിനീയർ ചോദിച്ചു നമ്മൾ അന്ന് വായിച്ചൊരു പാട്ട് കേട്ടിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കേട്ടില്ല. അപ്പോൾ പുതിയൊരു സിനിമയിലാണ്. അപ്പോൾ അത് ട്രാക്ക് കേൾപ്പിച്ചിട്ട് പറഞ്ഞു, രേഷയുടെ അന്ന് നമ്മൾ എല്ലാം വായിച്ചിട്ട് ഒരു റൺത്രൂ ഒരെണ്ണം വായിച്ചിരുന്നു, ഒരു പാട്ടെടുത്ത് ഇഷ്ടം പോലെ എന്തെങ്കിലും വായിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബിജിയൊക്കെ വായിച്ചിരുന്നു. കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ആ ബിറ്റുകളാണ്. അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പം നമുക്ക് മ്യൂസിക് ഡയറക്ടർ ഫിക്സ് ചെയ്യുന്ന സാധനങ്ങൾ വായിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ വായിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് അടിയോ വരും. അതെ. ചിലതൊക്കെ നമ്മൾ സജഷൻസ് വെക്കുമ്പോൾ കുറച്ചുകൂടെ കൊള്ളാമെന്നുള്ളതാണെന്ന് തോന്നുന്ന സാധനങ്ങൾ കുറച്ചുകൂടെ ലിബറലായിട്ട് നിൽക്കുന്നവരാണ് അംഗീകരിക്കുക. ബാക്കി എല്ലാവരും അല്ല ഇത് മതി, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചിലതൊക്കെ കുറച്ചുകൂടെ ലൂസ്. ഏതായാലും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. വർക്ക് തീരാൻ എളുപ്പമെന്ന് പറയുന്ന അവർ പ്രീ പ്ലാൻഡ് ആണെങ്കിൽ നമുക്ക് ഓടിപ്പോയി വായിച്ചിട്ട് തിരിച്ചു പോകാം എന്നുള്ളൊരു സാധ്യത ഉണ്ടാവും. പക്ഷേ ഈ പണ്ടത്തെ പോലെ കുറച്ചുകൂടെ ഇങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിരുന്ന് ചെയ്തു വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ. ഏതാ മനസ്സുകൊണ്ട് യോജിക്കണ? മനസ്സുകൊണ്ട് യോജിക്കുന്ന പഴയ ആ ഒരു കൂട്ടായ്മയുടെ ഒരു റെക്കോർഡിങ്ങിന്റെ സുഖം ഒന്ന് വേറെയാണ്. അതൊക്കെ അനുഭവിക്കാൻ സാധിച്ചു നമുക്ക്. ഇനി അങ്ങോട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം പണ്ട് കാലത്തെ സ്റ്റുഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയ ബൂത്തുകൾ, വലിയ കൺസോള്, കുറെ അധികം ബൂത്തുകൾ. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റുഡിയോ നമ്മൾ ഒരു കൺസോളും ഒരു ബൂത്ത് മാത്രം മിക്ക സ്ഥലത്തും ഉള്ളൂ. പക്ഷെ പണ്ട് നമ്മളിങ്ങനെ കുറേ വയലിൻ ആർട്ടിസ്റ്റുകൾ, തബല, മൃദംഗം, സിത്താർ, വീണ ഇതെല്ലാം കൂടി ഒരുമിച്ചിരുന്നിട്ട് മ്യൂസിക് ഡയറക്ടർ നൊട്ടേഷൻ പറഞ്ഞു തരും. നമ്മളിതെല്ലാം കൂടി എഴുതിയിരുന്നിട്ട് ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്യും. അതിനുശേഷം ഓരോരുത്തരുടെ ബൂത്തുകളിലേക്ക് പോവുക. അതിൻ്റെയൊക്കെ സുഖം എന്ന് വേറെയാണ്. എനിക്ക് പറഞ്ഞു കേട്ടു ജോൺസൺ മാഷിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കേട്ടു. എനിക്ക് ജോൺസൺ മാഷിന്റെ പവിഴം പോൽ ഭയങ്കര ഇഷ്ടമാണ്. അത് ഫ്ലൂട്ടിന് വഴങ്ങുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞു. ഞാൻ ശ്രമിച്ചു നോക്കാം, ഇതുവരെ വായിച്ചിട്ടില്ല, പക്ഷെ വായിച്ചു നോക്കാം. എന്നോട് ക്ഷമിക്കുക, കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ പറയുകയല്ല കേട്ടോ. അതിൽ രണ്ടാമത് ഈ മാതളങ്ങൾ തളർ ചൂടിയില്ലേ കഥപ്പാൽമണികൾ, ആ പാട്ടിന്റെ അനുപല്ലവി എനിക്ക് കൃത്യം മനസ്സിൽ ഐഡിയ ഇല്ല. ഞാൻ ഫസ്റ്റ് പല്ലവി വായിക്കും. സാറിന്റെ യേശുദാസ് സാറിന്റെ ശബ്ദം ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള പാട്ടാണ്. രവീന്ദ്ര മാഷ് എക്സ്പ്ലോർ ചെയ്യുന്നത് പോലെ തന്നെ ജോൺസൺ മാഷ് വേറൊരു തരത്തിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇവരുടെ മനസ്സിൽ ഇങ്ങനെ പരുവപ്പെട്ട് വരുന്നതെന്ന് അത്ഭുതം തോന്നുന്നു. ജോൺസൺ മാഷിന്റെ എനിക്കിഷ്ടമാണ് ചോദിച്ചത്, രാജേഷിന് ഇഷ്ടമുള്ള പാട്ട് പാട്ടുകൾ ഇഷ്ടമാണ്.
ചെയിനായിട്ട് ഇഷ്ടംപോലെ വായിക്കാൻ പറ്റും സാറിൻ്റെ പാട്ടുകൾ. ആ 2-3 കൂടെ വായിക്കും, കൊതി കൊണ്ട് ചോദിക്കോ, അങ്ങനെ ഭയങ്കര രസമാണ്. ഒരുപാട് പാട്ടുകൾ സാറ് അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലൂട്ടിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ പോസിറ്റീവായിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള പാട്ട് വായിക്കുമ്പോഴും എവിടെയോ ഒരു നേരത്തെ ദുഃഖം നമുക്ക് തോന്നും, നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിച്ചടുപ്പിക്കുന്നത്. ഇപ്പോൾ മോർണിംഗ് രാഗാസ് വായിക്കുമ്പോൾ തന്നെ, ഈ മോർണിംഗ് രാഗാസ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വേറെ എന്തൊക്കെയോ ഇങ്ങനെ നമ്മുടെ തലയ്ക്കുള്ളിൽ ഉണർത്താറുണ്ട്. ചിലർക്കൊക്കെ കരച്ചിൽ വരും അത് കേൾക്കുന്ന സമയത്ത് തന്നെ. അത് പ്ലസൻ്റ് ആയിട്ടുള്ള സാധനം കേൾക്കുമ്പോഴും നമ്മുടെ കരച്ചിലിനെ എവിടെയോ ഇത് സ്പർശിക്കുന്നുണ്ട്. ഇതേ പറ്റിയിട്ട് എവിടെയെങ്കിലും വർത്തമാനം പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇത് പാടുന്ന പോലെ തന്നെയാണ് ഫ്ലൂട്ടിൻ്റെ ഒരു പ്ലേയിങ് വരിക. പിന്നെ നമ്മളുടെ മനസ്സെന്താണോ അതായിരിക്കും ഇതിൽ പ്രതിഫലിക്കുക. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു നല്ലൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം ഓരോ ഫ്ലൂട്ടിസ്റ്റിനെ കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞത്, ഓരോരുത്തരുടെ ക്യാരക്ടർ പോലെയാണ് അവരുടെ പ്ലേയിങ് സ്റ്റൈൽ, ടോൺ. അതായത് ചില ആൾക്കാർ വായിക്കുമ്പോൾ ഭയങ്കര ബോൾഡായിട്ടുള്ള ഓടിയായിരിക്കും, ടോണായിരിക്കും, അതാളുടെ ക്യാരക്ടറാണ്. ചിലർ വായിക്കുമ്പോൾ ഇച്ചിരി റഫായിട്ടുള്ള ടോണായിരിക്കും, ചിലർ വായിക്കുമ്പോൾ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു. അപ്പോൾ എൻ്റെ ടോണെ കുറിച്ച് പുള്ളി ഈ അവസാനം പറഞ്ഞ പോലത്തെ ഒരു ടോണാണ് പറഞ്ഞത്. ഒരു ഇന്നസെൻ്റ് ഉള്ളൊരു ടോൺ, ആ ഒരു ടൈപ്പ് ഓഫ് പ്ലേയിങ് സ്റ്റൈലാണെന്ന് പറയുന്നത്. അങ്ങനെ ആളുടെ ഒരു ഒബ്സർവേഷനാണ്. അതെ, ഒബ്സർവേഷനാണ്. ഒരു ബീജി നമ്മൾ വായിക്കുമ്പോഴേക്കും ആ സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ എന്താണ് അതുകൂടി അതിൽ വരും. അപ്പോൾ ഒരു പാട്ടാണെങ്കിൽ തന്നെ, ഇപ്പോൾ ഹാപ്പി ആണെങ്കിലും നമ്മുടെ മനസ്സ് ഇച്ചിരി പെയിൻഫുൾ അതിൻ്റെ ഒരു കഷ്ണം എവിടെയെങ്കിലും ഉണ്ടാവും. അതായിരിക്കും ഒരു പക്ഷേ അങ്ങനെ ഫീൽ ചെയ്യുന്നത്. മോർണിങ്ങിനെ കൊടുക്കാൻ വേണ്ടിയിട്ടോ ഇപ്പോൾ കാർഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കാലാകാലങ്ങളായിട്ട് നമ്മൾ ഫ്ലൂട്ടിനെയാണ് ആശ്രയിക്കുന്നത്. ആ സാധനങ്ങൾ ഒന്ന് കേൾപ്പിക്കുമോ? ഇപ്പം ഹിന്ദുസ്ഥാനിയിൽ കുറച്ചുകൂടെ നോട്ട്സൊക്കെ കുറച്ചുകൂടെ ലിബറലായിട്ടാണെന്ന് പൊതുവിൽ പറയാറുണ്ട്. കുറച്ചുകൂടെ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടാറുണ്ട്. ഇൻസ്ട്രുമെൻറ്റിലും അത്തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യം ഹിന്ദുസ്ഥാനി പഠിക്കുന്ന സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ പെട്ടെന്നൊരു ഫ്ലൂട്ടിൽ പാട്ടൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഹിന്ദുസ്ഥാനി സ്റ്റൈൽ ഫോളോ ചെയ്യണമെങ്കിൽ ഒന്നൊരു വായിക്കാൻ എളുപ്പമായിരിക്കും. ഇത് നമ്മുടെ സംഗീതത്തിലൊരു രാഗം പക്കാ രാഗത്തിലാണ് പാട്ട് ചെയ്തെങ്കിലും ആ രാഗഭാവങ്ങൾ എല്ലായിടത്തും കാണിക്കാനും പറ്റില്ല. ആ ഒരു രാഗ ബേസ് വായിക്കുകയാണെങ്കിൽ, നൊട്ടേഷൻ നോക്കി വായിച്ചാൽ ഒരുപക്ഷെ ഒരു കർണാട്ടിക് ചൊവ്വ വരും മിക്കപ്പോഴും നമ്മൾ ആ ഒരു മെത്തേഡ് വായിക്കുകയാണെങ്കിൽ. പക്ഷെ ഹിന്ദുസ്ഥാനിയിൽ നമ്മൾ ഒരു അല്പം കൂടി ലൈറ്റ് ഫീലുണ്ട് ഹിന്ദുസ്ഥാനി പ്രയോഗങ്ങൾക്ക്. ഈ ഹിന്ദുസ്ഥാനി ബേസ് ചെയ്ത് എന്തെങ്കിലും ഒന്ന് വായിക്കുമോ?
ഇത് ചുമ്മാ ഒരു ഫ്രീ സ്റ്റൈൽ വായിച്ചെന്ന് മാത്രം.